ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റിയിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ. ഇനി ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലി, ഒരു 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, ഒരു 2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, പട്ട, ഏലക്ക, ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയെടുത്തത് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ആ പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു 2 പിടിയോളം കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതൊന്ന് ഈ എണ്ണയിലൊന്ന് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കുക. കറിവേപ്പില ഒന്ന് പൊടിയുന്ന ആ ഒരു പരുവ്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കറിവേപ്പില ചൂടാക്കിയെടുക്കാൻ. ചൂടാക്കിയെടുത്ത് എല്ലാം കൂടെ ഒരു മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ. ഈ ഒരു പോട്ടിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം, പെരിഞ്ജീരകം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു ബേ ലീഫും കൂടെ ഒന്ന് ഇട്ടെടുത്തതിന് ശേഷം നമുക്ക് ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള സവാള ഒന്ന് കട്ട് ചെയ്തതും കൂടെ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചതച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. സവാള ഇഞ്ചിയെല്ലാം എണ്ണയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ചിക്കൻ്റെ ഒരു വൈറ്റ് കളറാവുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ചിക്കൻ്റെ കളറിലൊക്കെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്, ഒരു വൈറ്റ് കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും കുറഞ്ഞ മസാല മാത്രമേ ഉള്ളൂ, ചിക്കനിലെല്ലായിടും എത്തുന്നില്ല എന്നുള്ളത്. പക്ഷേ ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയും കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട്. ഇപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു ചെറിയ തക്കാളിയുടെ പകുതി ഭാഗം ഒന്ന് കട്ട് ചെയ്തതും കുറച്ച് പച്ചമുളകും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ മസാലക്കൂട്ടും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എല്ലാം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിതൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ കറി എല്ലാം ഇവിടെ വെന്ത് കുറുകി പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നൊരു സർവിങ് പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന, നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറി ലീഫ് ചിക്കൻ കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.